പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30-നും. എന്താ സംഭവിച്ചത്? സ്റ്റെപ്സിന്ന് വീണതാ. ഇതിനെയാണ് ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത്. ഈ വീഴ്ചയിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ എനിക്കിനി പ്രഗ്നന്റ് ആയിട്ട് അഭിനയം തുടരണ്ട. മാത്രമല്ല കുറ്റക്കാരി മഹിമയായതുകൊണ്ട് അവള് പറയുന്നത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. നിന്റെ കുരുട്ട് ബുദ്ധി സമ്മതിക്കണം. വേറെ ഡോക്ടർമാരൊന്നും ഇതിനകത്തോട്ട് കയറി വരില്ലല്ലോ. ഏയ്, അനുപമയുണ്ടായിരുന്നെങ്കിൽ പേടിക്കേണ്ടി വന്നേനെ. പക്ഷെ അവള് കുറച്ചു ദിവസത്തേക്ക് വേറെ കോളേജില് ഗസ്റ്റ് ലെക്ചറായി പോയിരിക്കുക. ഭാഗ്യം. എന്റെ കേസ് ചേച്ചി മാത്രം കൈകാര്യം ചെയ്താ മതി. അപ്പൊ കൃത്യം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടക്കും. എനിക്ക് നല്ല ടെൻഷനുണ്ട്. മഞ്ജു നല്ലൊരു പോലീസുകാരിയല്ലേ? അവളൊരു അന്വേഷണം നടത്തി നമ്മള് കളിച്ച കളിയെല്ലാം കണ്ടുപിടിക്കൂ. അതിനാദ്യം മഞ്ജു മഹിമ നിരപരാധിയാണെന്ന് വിശ്വസിക്കണം. അങ്ങനൊരവസ്ഥ ഒരിക്കൽ പോലും ഉണ്ടാവരുത്. എന്റെ ദയനീയ അവസ്ഥയെക്കുറിച്ച് ചേച്ചി എല്ലാരോടും നന്നായിട്ട് വിവരിക്കണം. കേൾക്കുന്നവർക്ക് മഹിമയെ തല്ലാൻ തോന്നണം. മഹിമ എന്നെ തള്ളിയിടുന്നത് കണ്ടു എന്നും ചേച്ചി പറയണം. ഒരു ഡോക്ടർ തന്നെ സാക്ഷി പറയുമ്പോ ആർക്കും ഒരു സംശയവും തോന്നില്ല. പുറത്ത് ആളുകളൊക്കെ കൂടിയോ? ഗോപാൽജിയും സഞ്ജുവും ഗിരിയൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയാണ് പ്രധാനപ്പെട്ട നീക്കം. പുറത്തു ചെന്ന് മഹിമയെ എല്ലാവരുടെയും മുമ്പിൽ കുറ്റക്കാരിയാക്കണം. ഓൾ ദി ബെസ്റ്റ്. കർത്താവേ, രക്ഷിക്കണേ. ഡോക്ടർ, സ്വപ്നയ്ക്ക് എങ്ങനെയുണ്ട്? സ്വപ്നയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അധികം വൈകാതെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ? പറയൂ ഡോക്ടർ. വീഴ്ചയുടെ ആഘാതത്തിൽ കുഞ്ഞിന് കാര്യമായ പരിക്കുണ്ട്. ഞങ്ങള് പരമാവധി ശ്രമിച്ചു. പക്ഷേ സ്വപ്നയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. അവളോട് 100 തവണ പറഞ്ഞിട്ടുണ്ട് പടികൾ കയറി ഇറങ്ങുമ്പോ സൂക്ഷിക്കണമെന്ന്. പ്രഗ്നന്റ് ആണെന്നൊരു ചിന്ത പോലും ഇല്ലാതെയാ അവളുടെ നടത്തം. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ സ്വപ്നയെ കുറ്റം പറയുന്നത്? അവളങ്ങനെ തനിയെ വീണതൊന്നുമല്ല, അവളെ തള്ളിയിട്ടതാ. ആരാ അവളോട് ഈ ക്രൂരത ചെയ്തത്? മഹിമ. ആ പെണ്ണെന്റെ കുടുംബത്തെ തകർക്കാൻ എന്ത് ചെയ്യുന്ന എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഇത്രയും മനസാക്ഷിയില്ലാതെ അവളെന്റെ പേരക്കുട്ടിയെ കൊല്ലുന്നത് ഞാൻ കരുതിയില്ല. ഇനി ചോരയ്ക്ക് പകരം ചോര എന്നുള്ള രീതിയായിരിക്കും. അവളെ ഈ കൈ കൊണ്ട് ഞാൻ കൊല്ലും. സഞ്ജു, സഞ്ജു നിൽക്കുക. സഞ്ജു, എടുത്തു ചാടൊന്നും ചെയ്യരുത്. മഹിമ അറിഞ്ഞുകൊണ്ട് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. മഹിമ അറിഞ്ഞുകൊണ്ട് തന്നെയാ സ്വപ്നയെ തള്ളി താഴെയിട്ടത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് നിൽക്കായിരുന്നു. ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. ഇനി ഒന്നും തെളിയിക്കാനില്ലല്ലോ. ഞങ്ങൾക്ക് സംഭവിച്ച നഷ്ടം വലുതാ. അതിന് അവളെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയിക്കും. അവളിപ്പോ ക്യാമ്പസിലുണ്ടാവണ്ടടി. സഞ്ജു, സഞ്ജു നിൽക്ക. സഞ്ജു പറയുന്നത്. സഞ്ജു, ഗിരേട്ട അവരോടൊന്ന് പറയ. അവരെങ്ങനെയെങ്കിലും തടയ. ശരിക്കും പറഞ്ഞ അവരുടെ കൂടെ ചെന്ന് ഞാൻ മഹിമയെ കൈകാര്യം ചെയ്യേണ്ടതാ. പക്ഷെ ഒരു സമയത്ത് അവളെ ഞാൻ എന്റെ സ്വന്തം അനിയത്തേക്കാൾ കൂടുതൽ സ്നേഹിച്ചിരുന്നു. അത് മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ഒന്നിനും പോകുന്നില്ല. പക്ഷെ അവരോട് മഹിമയോട് ക്ഷമിക്കാൻ പറയാനുള്ള അധികാരമൊന്നും എനിക്കില്ല. ഞാൻ അവരെ തടയില്ല.
മഹിമ വലിയൊരു പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുക. സാറൊന്ന് പെട്ടെന്ന് കോളേജിലേക്ക് വരുമോ? അതൊക്കെ ഞാൻ നേരിട്ട് കാണുമ്പോ പറയാം. താങ്ക് യു സർ. ആ ഡെയ്സി ഡോക്ടർ ഉറപ്പായും സ്വപ്നയുമായി ഒത്തുകളിച്ച് എന്തെങ്കിലും ഒരു പണി തരാതിരിക്കില്ല. കൃത്യസമയത്ത് അനുപമ ഡോക്ടർ ഇവിടെ ഇല്ലാതായിപ്പോയി. ഇല്ലെങ്കിൽ അവരെ കൊണ്ടെല്ലാം അന്വേഷിപ്പിക്കായിരുന്നു. ചിലപ്പോ സ്വപ്ന ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും ഇതെല്ലാം ചെയ്തേ. സ്വപ്ന എന്തെങ്കിലും ചെയ്യട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ അവള് കാരണം ചേച്ചിയുമായിട്ട് എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിക്കാനുള്ള അവസരം നഷ്ടമായി. സ്വപ്നയുടെ കുഞ്ഞു മരിക്കാൻ കാരണക്കാരി ഞാനാണെന്ന് വിശ്വസിക്കുന്നിടത്തോളം കാലം ചേച്ചി എന്നോട് ക്ഷമിക്കില്ല. മഹിമേ, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ നോക്ക് മഹിമേ. എന്തുപറ്റി? ആ ഗോപാലനും സഞ്ജു നിന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട, പെട്ടെന്ന് പൊക്കോ. ഞാൻ എന്തിനാ ഒളിച്ചോടുന്നത്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നേ? മഹിമ എവിടെടാ? മഹിമ എവിടെയെന്ന്? ഡോ, അവനെ വിടടോ. നീ എന്റെ കുഞ്ഞിനെ കൊന്നുവല്ലേ? സഞ്ജു, നിങ്ങൾ വെറുതെ നിയമം കയ്യിലെടുക്കരുത്. ഇവളെ ശിക്ഷിക്കാനുള്ള അധികാരം കോടതിക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ കോടതിക്ക് വേണ്ടി കാത്തു നിൽക്കാനുള്ള ക്ഷമയൊന്നും ഞങ്ങൾക്കില്ല. അതെന്താ, കാശുള്ളവർക്ക് കൊമ്പുണ്ടോ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അത് ഞാൻ കോടതിയിൽ തെളിയിച്ചോളാം. നിന്നെ ഒരു കോടതിക്ക് ഞാൻ വിട്ടുകൊടുക്കില്ലേ? സഞ്ജു വേണ്ട, വെറുതെ ദേഹത്തോട്ടുള്ള സഞ്ജു, ഒരു ക്യാമ്പസിൽ കയറി വന്ന് പ്രശ്നമുണ്ടാക്കുന്നത് എത്ര വലിയ തെറ്റാണെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കും. ഈ കോളേജ് നിങ്ങൾക്കെതിരെ ഒരു പരാതി തന്നാൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ഈ കോളേജിലെ മാനേജ്മെന്റ് എനിക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കില്ല. ഇത്തവണ നീ രക്ഷപ്പെട്ടെന്ന് കരുതി നീ ജയിച്ചു എന്ന് കരുതണ്ട.